ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏറ്റവും കൂടുതൽ തലവേദനയാകുന്ന ആർക്കാണെന്നറിയോ? പ്രമുഖ നടന്മാർക്കും പിന്നെ ഇടനിലക്കാർക്കും സംവിധായകർക്കും. അല്ല, സർക്കാരിന്. എന്നും ഇരകൾക്കൊപ്പം ഉണ്ടാകുന്നുള്ള സർക്കാരിന്റെ വാദം പരാതിക്കാരി എന്നെ തള്ളി പറയുമ്പോൾ സർക്കാരിന് മുന്നോട്ടുള്ള വഴികൾ ദുർഘടമാകും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയവർ പരാതി നൽകിയാൽ മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ എന്ന നിലപാടാണ് സർക്കാരിന്. പക്ഷേ ഇങ്ങനെ മാത്രമേ നിയമപരമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാദത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. മൊഴി നൽകിയവരുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഹൈക്കോടതിയിൽ അറിയിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം മുദ്ര വെച്ച് ഹൈക്കോടതിയിൽ ഏൽപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ വിഷയത്തിന് ഇനി ഹൈക്കോടതിയിൽ നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതെ, അതേപോലെ തന്നെ ഹൈക്കോടതി ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം സർക്കാർ നൽകുകയും വേണം. മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ സാംസ്കാരിക മന്ത്രി AK ബാലനും ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും എല്ലാം പരാതി കിട്ടിയാൽ മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ എന്ന നിലപാടിലിരിക്കുമ്പോൾ പരാതി കിട്ടാതെ അന്വേഷിക്കാൻ കഴിയുമെന്ന നിലപാടിലാണ് ധനമന്ത്രി KN ബാലഗോപാലൻ. പക്ഷെ അത് സർക്കാരിന്റെ ഭിന്നഭിപ്രായം നിലനിൽക്കാനും പ്രതീതി ജനിപ്പിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് പാഴ്വേലയായി പോകില്ല എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. കഴിഞ്ഞ 4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ള ചോദ്യത്തിന് സർക്കാരിന് വ്യക്തമായ മറുപടിയുണ്ടോ? പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്തുന്നത് ഇതേ വാദം ഉന്നയിച്ചുകൊണ്ടാണ്. സിനിമാ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയിലാണ് സജി ചെറിയാൻ സിനിമാ കോൺക്ലേവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വാദത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രമുഖ നടി പാർവതി തിരുവോത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ഇരകളും വേട്ടക്കാരും ഒരുമിച്ചിരുന്ന് എന്ത് ചർച്ച ചെയ്യാനെന്നാണ് പാർവതി ചോദിക്കുന്നത്.